ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. ED തന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. അതായത് ഈ കേസ് മുഖ്യമന്ത്രിയായിരുന്ന താനുമായി ബന്ധപ്പെട്ടതല്ല. ഹൗ ടു ബിക്കം ആൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ. EDയിലൊക്കെ എങ്ങനെയാ നമുക്ക് ജോലി കിട്ടുക? ആദ്യം ED എന്താ നോക്കാം. ED എന്നത് ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷൻ ആണ്. പ്രധാനമായും PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, FEMA ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നീ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ദൗത്യം. ഇനി ജോബ് റെസ്പോൺസിബിലിറ്റീസിന്റെ കാര്യത്തിലാകട്ടെ, ഒരു എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ ഡ്യൂട്ടിയിൽ 4 ഇമ്പോർട്ടന്റ് സ്റ്റേജസ് ആണുള്ളത്. ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ഗ്യാതറിംഗ് വഴി വിവരങ്ങൾ ശേഖരിച്ച് സസ്പീഷ്യസ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ നിരീക്ഷിക്കാം. അതിനുശേഷം സെർച്ച് നടത്തി നിയമവിരുദ്ധ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നു. ഇതിനുശേഷം പ്രതികളെ ഇന്ററഗേഷൻ ചെയ്ത് സ്റ്റേറ്റ്മെന്റ്സ് രേഖപ്പെടുത്തുകയും ഒടുവിൽ പ്രോസിക്യൂഷൻ നടപടികളിലൂടെ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ച് കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഒരുപാട് ലീഗൽ ടെർമിനോളജി ഒക്കെ നമ്മൾ കേട്ടു അല്ലേ. എന്തായാലും ഒരു ED ആയിട്ട് ജോലി കിട്ടണമെങ്കിൽ അതിന്റെ പ്രോസസ്സും റിക്രൂട്ട്മെന്റ് പ്രോസസ്സും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും SSC CGL വഴിയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴിയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉള്ളത്. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ AEO ആയിട്ടാണ് പ്രവേശിക്കാൻ കഴിയുക. ഇതൊരു ഗ്രൂപ്പ് B ഗസറ്റഡ് തസ്തികയാണ് കേട്ടോ. ഇനി ഡെപ്യൂട്ടേഷൻ ഉയർന്ന തസ്തികകളിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ മുതൽ മുകളിലേക്ക് നേരിട്ട് പരീക്ഷയൊന്നുമില്ല. IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IRS ഇന്ത്യൻ റവന്യൂ സർവീസ് തുടങ്ങിയ ഉന്നത സർവീസുകളിൽ നിന്നും പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. EDയിലെ പ്രധാന തസ്തികകൾ ഹൈറാർക്കി ഏറ്റവും താഴെ മുതൽ മുകളിലേക്ക് റാങ്ക് പ്രകാരം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമ്പർ 1 അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ AEO എൻട്രി ലെവൽ ജോലിയാണ്. SSC CGL വഴിയാണ് നമ്മൾ പറഞ്ഞു. ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ EO പ്രൊമോഷൻ വഴിയാണ് ഇത് ലഭിക്കുന്നത്. ആൻഡ് തേർഡ് 1 അസിസ്റ്റന്റ് ഡയറക്ടർ AD, ഫോർത്ത് 1 ഡെപ്യൂട്ടി ഡയറക്ടർ DD, ഫിഫ്ത്ത് 1 ജോയിന്റ് ഡയറക്ടർ JD എന്ന് പറയുന്ന പോസ്റ്റാണ്. 6th അഡീഷണൽ ഡയറക്ടർ, 7th സ്പെഷ്യൽ ഡയറക്ടർ ആൻഡ് 8th 1 ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോ EDയിലൊക്കെ ഒരു ജോലി കിട്ടണം, എൻഫോഴ്സ്മെന്റ് ഓഫീസറൊക്കെ ആയിട്ട് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അവനെ ഈ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അവർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.